ബി.ജെ.പിക്കേറ്റ പ്രഹരം വെട്ടിയാൽ മുറി കൂടുന്ന ഇനമെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ബി.ജെ.പിക്കുള്ളിലെ കാഴ്ചകൾ ഇന്ന് പരിഹാസപ്പെടുത്തുന്നതാണ്. ഇതിനും വലിയൊരു തിരിച്ചടി ഇനി അവർക്ക് കിട്ടാനില്ല. ബി.ജെ.പി നേതാവ് ജയന്ത് സിൻഹയുടെ മകൻ ജാർഖണ്ഡിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ പങ്കെടുത്തിരിക്കുന്നു. കോൺഗ്രസിൽ ചേർന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലായിരുന്നു ആശിഷ് ഇന്ത്യ റാലിയിൽ പങ്കെടുക്കാനെത്തിയത്. ബി.ജെ.പിക്കിട്ടൊരു വെല്ലുവിളി കൂടിയാണ് ഇത്. നിങ്ങൾ നോക്കി നിന്നോളൂ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന ഉറച്ച തീരുമാനത്തിന്റെ വെല്ലുവിളി കൊണ്ടായിരുന്നു ഇന്ത്യ സഖ്യം ഹരിസാബാഗ് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പിയുടെ സമുന്നത നേതാവുമായിരുന്ന യശ്വന്ത് സിൻഹയുടെ ചെറുമകനാണ് ആശിഷ്. ഹരിസാബാഗിലെ ബർഹിയിൽ നടന്ന ഇന്ത്യ റാലിയിലായിരുന്നു ആശിഷ് സന്നിഹിതനായതും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ റാലിയിൽ സംബന്ധിച്ചിരുന്നു. പാർട്ടി നേതാക്കൾ ആശിഷിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഇത്രയും സമുന്നത ബി.ജെ.പി നേതാക്കളുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയെന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്ക് ഇനി ഇതിനും വലുതൊന്നും വരാനില്ല. ആശിഷിന്റെ ഇന്ത്യ റാലിയിലെ പങ്കാളിത്തം രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിരവധി അഭ്യൂഹങ്ങൾക്കിടയിലാണ് വഴി തുറന്നത്. ബി.ജെ.പിയിലെ പ്രധാനിയായിരുന്ന യശ്വന്ത് സിൻഹ കുറച്ചുകാലമായി നരേന്ദ്രമോദി, അമിത്ഷാ ടീമിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിശിത വിമർശകൻ കൂടിയാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിലാണ്. ഹരിസാബാഗിൽ ജയന്തിന് സീറ്റ് നൽകാതിരുന്നത് സിൻഹ കുടുംബത്തോട് കാട്ടിയ കടുത്ത അനീതിയാണെന്നും ബി.ജെ.പി പ്രവർത്തകരടക്കം തുറന്നടിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവവികാസങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും. ആശിഷ് കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹമോ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. ആശിഷ് ഇന്ത്യ റാലിയിൽ പങ്കെടുത്തുവെന്നതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു എന്ന് അർത്ഥമില്ല എന്നും ജാർഖണ്ഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് താക്കൂർ പ്രതികരിച്ചു. യശ്വന്ത് സിൻഹയെ റാലിക്ക് കോൺഗ്രസ് ക്ഷണിച്ചിരുന്നുവെന്നും അദ്ദേഹം പ്രതിനിധിയായി ആശിഷ് പങ്കെടുക്കുകയായിരുന്നുവെന്നും താക്കൂർ വിശദീകരിച്ചു. ഹരിസാബാഗിൽ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി രംഗത്തേക്കിറക്കിയിരിക്കുന്നത് മനീഷ് ജയ്സ്വാളിനെയാണ്. സിറ്റിംഗ് എം.പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയന്ത് സിൻഹയ്ക്ക് ഇക്കുറി ബി.ജെ.പി ടിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു. ജയന്ത് സിൻഹയും അതിനു മുൻപ് അദ്ദേഹത്തിന്റെ പിതാവ് യശ്വന്ത് സിൻഹയുമാണ് 1998 മുതൽ കഴിഞ്ഞ 26 വർഷങ്ങളായി ഹരിസാബാഗ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. തുടർച്ചയായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബി.ജെ.പി ഇനി മനസ്സിലാക്കേണ്ടത് ഒരേയൊരു കാര്യം കൂടിയാണ്. ഇനി നിങ്ങൾ എത്ര ഒത്തുപിടിക്കാൻ നോക്കിയാലും അത് വെറും വേച്ചുകെട്ടൽ മാത്രമാകുമെന്ന്.